ഹായ് ഹലോ എല്ലാവർക്കും ഷെറൂസ് ഫുഡ് ഗാലറിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നിത്യവഴുതന. നിങ്ങളിൽ പലർക്കും അറിയായിരിക്കും, അതുകൊണ്ടുള്ള പുളിങ്കറിയാണ്. അപ്പം അതിന് വേണ്ട സാധനങ്ങൾ നിത്യവഴുതന, ചെറിയ ഉള്ളി ഒരു 10 എണ്ണം, പിന്നെ 1/2 കപ്പ് തേങ്ങ ചിരകി ഒന്ന് മിക്സിയിലിട്ട് അടിച്ചത്, ഒരു നുള്ള് ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി ഒരു നുള്ള്, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി, പിന്നെ ഉപ്പ് ആവശ്യത്തിന്. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. നമുക്ക് ആദ്യം ഈ നിത്യവഴുതന കണ്ടില്ലേ, ഇതാണ് നിത്യവഴുതന. നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും, ഭയങ്കര ഗുണമുള്ള സാധനമാണ്. അപ്പോൾ അതുപോലെ കട്ട് ചെയ്ത് 2ആയിട്ട് മുറിച്ച് മാറ്റരുത്. അതിൻ്റെ 1/4 ഭാഗം വച്ച് കട്ട് ചെയ്താൽ മതി. അങ്ങനെ എല്ലാ കഷ്ണങ്ങളും അതുപോലെ കട്ട് ചെയ്ത് എടുക്കുക. കണ്ടോ, ഇതുപോലെ മുറിച്ചെടുക്കുക. നല്ല സ്വാദാണ് ഇതിന്, നല്ല ഗുണമുള്ളതാണ്. നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്കിനി ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അത് മുറിച്ച് ഇടാം. നീളത്തിൽ 2-3 പീസായിട്ട് മുറിച്ചാൽ മതി. നീളത്തിൽ മുറിച്ചിടുക. എല്ലാ ഉള്ളിയും അതുപോലെ മുറിക്കുക. ഒരുപാട് കനം കുറയ്ക്കണമെന്നില്ല, ഇതുപോലെ 2-3 ആയിട്ട് കുറച്ചാൽ മതി. വലിയ ചെറിയ ഉള്ളിയൊക്കെ ഇപ്പം ചിലപ്പോൾ കിട്ടാറുണ്ടല്ലേ, സവാളയുടെ അത്രയൊക്കെ വലിപ്പമുണ്ടെന്ന് നമുക്ക് തോന്നും. അത്രയൊക്കെ കിട്ടുകയാണെങ്കിൽ ഒരു 5-8 എണ്ണമായിട്ട് മുറിച്ചാൽ മതി. ബാക്കിയൊക്കെ ഇതുപോലെ ചെറുതാണെങ്കിൽ അങ്ങനെ മുറിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മളിത് രണ്ടും ഇതുപോലെ കട്ട് ചെയ്തു. ഇനി തേങ്ങ നമുക്ക് ഒന്ന് വറുത്തെടുക്കാം. വറുത്തരച്ച പുളിങ്കറിയാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ തേങ്ങ ആദ്യം വറുക്കണമല്ലോ. അപ്പോൾ തേങ്ങ ചെറുകിയിട്ട് മിക്സിയിൽ ഒന്ന് കറക്കിയെടുക്കുക. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇത് വറുക്കാൻ എളുപ്പമുണ്ട്. ഞാനിപ്പോൾ ഇവിടെ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല ബ്രൗൺ നിറാവുന്ന വരെ വറുത്ത് എടുക്കുക. കരിയാൻ പാടില്ല, അതിൻ്റെ നിറം പക്ഷെ നല്ല ബ്രൗൺ കളർ ആവുകയും വേണം. നമ്മൾ തീയലിനൊക്കെ വറുക്കത്തില്ല, അതുപോലെ. ഒരു ലോ ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് പൊടികളെല്ലാം ചേർക്കാം. മുളക് പൊടി 2 ടീസ്പൂൺ, ഉലുവാപ്പൊടി അത് കുറച്ച് മതി, അല്ലെങ്കിൽ കയ്പ്പ് വരാൻ സാധ്യതയുണ്ട്, കുറച്ച് മതി. മല്ലിപ്പൊടി, ഒന്ന് ഇളക്കി കൊടുക്കുക. അത് അവസാനം നമ്മൾ ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് മാത്രം ഇതിട്ട് കൊടുത്താൽ മതി. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ മുളക് പൊടിയൊക്കെ കരിയാൻ സാധ്യതയുണ്ട്. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രം ഇത് ഇളക്കുക. നമുക്കത് മിക്സിയിലേക്ക് മാറ്റി വെക്കാം. ചൂടാറിയ ശേഷം അരച്ചെടുത്താൽ മതി. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യുക.
നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലിടുക. നമുക്ക് ഈ പാനിൽ തന്നെ നമുക്ക് എണ്ണ ഒഴിച്ച് ഉള്ളിയും നിത്യവഴുതനയും ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ മിക്സിയിലിട്ട തേങ്ങയുടെ ചൂട് ആറിയിട്ടുണ്ടാവും. അപ്പം നമുക്കത് വരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഗ്യാസ് എപ്പോഴും ഓഫ് ഓൺ ചെയ്യാനൊന്നും വേണ്ട. എണ്ണ പെട്ടെന്ന് ചൂടാവും, കാരണം ഓൾറെഡി ചൂടായിട്ടിരിക്കുന്ന പാനാണല്ലോ. ഇതിലേക്ക് നമുക്ക് ഉള്ളി ഇടാം. നിത്യവഴുതന കഴിച്ചിട്ടുള്ളവർക്കറിയാം, നല്ല സ്വാദാണ് നിത്യവഴുതനയ്ക്ക്. അതുകൊണ്ട് നമുക്ക് മെഴുക്കുപുരട്ടിയും ഒക്കെ പുളിങ്കറിയും ഒക്കെ ഉണ്ടാക്കാം. അപ്പം കുറച്ച് ഉപ്പ് ഞാൻ ഇടുകയാണ്. ഉപ്പൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇടുക. ഇതിലേക്ക് നമുക്ക് നിത്യവഴുതന ഇടാം. അതൊന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ ചെറുതായിട്ട് നിറം മാറുമ്പോൾ നമുക്ക് വെള്ളം ഒഴിക്കാം. അപ്പോൾ നമുക്ക് നിത്യവഴുതനയുടെ ഗുണം എന്താണെന്നൊക്കെ അറിയണമെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ കിട്ടുമല്ലോ അല്ലേ. ഭയങ്കര എന്താ പറയുക, നല്ല ടേസ്റ്റുമാണ്, അതുപോലെ ഗുണമുള്ളതാണ്. പക്ഷെ നമുക്ക് എപ്പോഴും കിട്ടിക്കോണമെന്നില്ല. ഇതിപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ ചെന്നപ്പം അച്ഛൻ തന്നതാണ്. അപ്പം എൻ്റെ ടേസ്റ്റ് ഇവിടെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്നത് ഉണ്ടാക്കിയത്. വെള്ളം ഒഴിച്ച് വേവിക്കുക. ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് അടച്ച് വെച്ച് വേവിക്കുക. ഈ സമയത്ത് തേങ്ങയൊക്കെ ചൂടാറി കഴിഞ്ഞു. നമുക്കതിലേക്ക് ആ പുളി ഇട്ടിട്ട് അരയ്ക്കാം. ഒന്ന് പൊടിച്ച ശേഷം കുറച്ച് വെള്ളവും ചേർത്ത് നമുക്ക് അരയ്ക്കാവുന്നതാണ് കേട്ടോ. ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് നന്നായിട്ട് ഇത് അരയണം. അതെപ്പോഴും ശ്രദ്ധിക്കണം, നന്നായിട്ട് അരയണം. കഷ്ണങ്ങളൊന്നും പാടില്ല, തേങ്ങയുടെ കഷ്ണങ്ങളോ ഒന്നും പാടില്ല. കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കുക. നല്ല മണമാണ് ഈ തേങ്ങ വറുത്ത് അരച്ച കൂട്ടാൻ. കണ്ടപ്പോൾ നമ്മുടെ നിത്യവഴുതനയും ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞു. ഇതിലേക്ക് നമുക്ക് തേങ്ങ വറുത്ത് അരച്ചത് ചേർക്കാം. ആ മിക്സിയിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ വെള്ളം കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. നമ്മൾ ഈ അമ്മിക്കല്ലിൽ ചമ്മന്തി അരയ്ക്കുമ്പോൾ ആ അമ്മിക്കല്ലിൽ കഴുകിയ അവസാനം എടുക്കുന്ന വെള്ളം നിങ്ങൾ എത്ര പേര് കഴിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, ഭയങ്കര സ്വാദാണ് അത് കൂട്ടി ഉണ്ണാൻ. അതുപോലെയാണ് ഈ പാത്രത്തിൽ മിക്സിയിലൊക്കെ വരുന്നത്. അത് നമ്മൾ കഴുകി കൂട്ടാനിലേക്ക് തന്നെ ഒഴിക്കുമല്ലോ. നമ്മൾ സെപ്പറേറ്റ് വെള്ളം ഒഴിക്കുന്നതിനേക്കാളും നല്ല ആ മിക്സിയിലുള്ള അതും ഇതിൻ്റെ കൂടെ നമുക്ക് ചേർന്ന് കിട്ടും. ഓക്കെ, ഇതൊന്ന് ഇളക്കുക. ഇപ്പോൾ ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഉപ്പ് ചേർക്കാവുന്നതാണ് കേട്ടോ. നമ്മൾ ഓൾറെഡി ഞാൻ ആദ്യം ഉപ്പിട്ടുണ്ടായിരുന്നു, അത് കറക്റ്റായിരുന്നു. ഇനി നമുക്ക് കറിവേപ്പില ഇടാം. വാങ്ങി വച്ച ശേഷം നമുക്ക് കടുക് മുളകും പൊട്ടിച്ച് അതിലിടാം.
മുളകിടാം. ഒരു മുളക് മതി കേട്ടോ, കുറച്ച് കടുക്, കുറച്ച് മുളക്. നമ്മൾ സാധാരണ കൂട്ടാനൊക്കെ കടുക് വറുത്തിട്ടില്ലേ, അത്രയും മതി. നമുക്ക് പുളിങ്കറിയിലേക്ക് ഇടാം. അപ്പോൾ ഇന്നത്തെ ഊണിന് കൂട്ടാൻ ഒരടിപൊളി പുളിങ്കറി റെഡിയാണ്. നിങ്ങളും ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുക, അഭിപ്രായം അറിയിക്കുക. നാളെ 1 മണിക്ക് നമുക്ക് വീണ്ടും കാണാം.